മൂന്നാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ ആളുകൾക്കിപ്പോൾ ആർക്കൊക്കെയാണ് പ്രശ്നം വരിക എന്നുള്ളതാണ്. ആ പ്രശ്നം വരുന്നത് മാത്രം ഒന്ന് നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ 2002 പട്ടികയിൽ പേരുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ 2025 പിന്നെ പേരുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമല്ല. അത് പെട്ടെന്ന് എന്ത് ചെയ്യും, ഒപ്പിട്ട് കാര്യം രക്ഷപ്പെട്ടു. എന്നാൽ ശ്രദ്ധിക്കേണ്ട ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് മരുമക്കളാണ്, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആളുകൾ. അവർ ശ്രദ്ധിക്കണം. കാരണം അവരുടെ രക്ഷിതാക്കളുടെ വിവരം എന്യൂമറേഷന് ആൾ വരുന്നതിന് മുമ്പ് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവർ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി റെഡിയാക്കി വെക്കണം. അതേപോലെ അവരുടെ രക്ഷിതാക്കളും എന്ത് ചെയ്യണം, ഈ വിവരം അവർക്ക് മക്കൾക്ക് എത്തിച്ചു കൊടുക്കും വേണം. ഒന്നതാണ്, എന്നാൽ അത് അവർക്ക് കാര്യം സേഫാക്കാം. പിന്നെ പ്രവാസികളാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് മക്കൾ ഇപ്പോൾ വിദേശത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമല്ല. ഇപ്പോൾ പിന്നെ ഒരാളുടെ മകനും മകളും അവിടെയാണ്, പക്ഷെ അവരെ വാപ്പി ഉമ്മയൊക്കെ അവിടെ ഉണ്ട്. ആ വാപ്പി ഉമ്മയും ഒപ്പിട്ട് കൊടുത്താൽ മതി, ആ വിഷയം എന്ത് ചെയ്യും, പരിഹരിക്കും. എന്നാൽ കുടുംബസമേതം വീട് അടച്ചു പൂട്ടി പോയ ആളുകളാണെങ്കിൽ അവിടെ പ്രശ്നമുണ്ട്. അവിടെ എന്താണെന്ന് വെച്ചാൽ അയൽവക്കത്ത് ഒന്ന് ചോദിക്കുന്നത് ഇവിടുത്തെ ആളുകൾ എവിടെയെന്ന് ചോദിക്കും. അത് ഞങ്ങൾക്കറിയില്ല, അവർ കുറേ കാലമായിട്ട് ഗൾഫിലാണെന്ന് പറയും. അത് 2-3 പ്രാവശ്യം അതിൻ്റെ പ്രൊസീജിയർ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് വെട്ടും. അപ്പോൾ അവിടെ എന്ത് വേണമെന്ന് വെച്ചാൽ അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, അവർക്ക് അവിടെ നിന്ന് ഓൺലൈനിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റി. എപ്പിക് നമ്പറും അവർ ഫോൺ നമ്പറും അടിച്ചു കൊടുത്താൽ അവർക്ക് OTP വരും. ആ OTP വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആ ഡൗൺലോഡ് ചെയ്തെടുത്ത് ശരിയാക്കി കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പ്രദേശത്തുള്ള BLOയുടെ ടാബിൽ എന്ത് ചെയ്യും, ആ സാധനം വരും. ഇതാണ് അതിൻ്റെ പക്ഷേ അതത്ര പറയുന്നത്ര എളുപ്പമല്ല. ഞാനിപ്പോൾ പല BLOമാരോട് സംസാരിച്ചു. അവർക്ക് ആ പ്രൊസീജിയർ എന്തല്ല, അവർക്കതിൽ ഇരുട്ടിലാണ് അവരുള്ളത്. അതായത് വിദേശത്തു നിന്ന് OTP കിട്ടുക എന്നുള്ളത് നല്ല പ്രശ്നമുള്ള കാര്യമാണ്. നമ്മളെ നാട്ടിലത്തെ പോലെ എന്ത് ചെയ്യില്ല, അവിടുത്തെ OTP കിട്ടൂല. അപ്പോൾ അത് കുറച്ചുകൂടെ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. വരും ദിവസങ്ങളിൽ അതിന് പരിഹാരം ഉണ്ടാവുമെന്ന് വിചാരിക്കുക. പക്ഷേ പ്രവാസികൾ ആ വിഷയം എന്ത് ചെയ്യണം, പിന്നിൽ പോകണം. അത് വളരെ സുതാര്യമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ ഇപ്പോൾ ബാംഗ്ലൂർ പോലുള്ള ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പഠിക്കാൻ പോയ ആളുകൾ അവർക്കൊക്കെ അവിടെ നിന്ന് ഓൺലൈനിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ OTPയും കാര്യങ്ങളും ആ സാങ്കേതികത്വവും സുതാര്യമാവുക എന്നത് ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റൊന്ന്, ഈ വന്ന് കല്യാണം കഴിച്ച ആളുകളുണ്ടല്ലോ. ഇപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ ഒരാൾ ഇവിടെ വന്ന് പിന്നെ കല്യാണം കഴിച്ച് താമസിച്ചു. അങ്ങനെയാണെങ്കിൽ അയാൾ അവിടുത്തെ രേഖ എന്ത് ചെയ്യണം, ഇവിടെ അയാൾ ഈ എന്യൂമറേറ്റർമാർ വരുന്നതിന് മുമ്പ് ഇവിടെ എടുത്തു വെക്കണം. അങ്ങനത്തെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, വേറൊരു ടീം ശ്രദ്ധിക്കേണ്ട ആരെന്ന് വെച്ചാൽ, ഇപ്പോൾ 2002 ശേഷമുള്ള ആളാണ്, പക്ഷേ അയാൾക്ക് ഇപ്പോൾ 40 വയസ്സുണ്ട്. 40 വയസ്സിന് മുകളിലുണ്ട്. പക്ഷെ 2002 പട്ടികയിലില്ല. കാരണം ആ സമയത്ത് ശ്രദ്ധിച്ചില്ല. മനസ്സിലായോ? അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നുകിൽ വാപ്പ ഉമ്മ, പക്ഷെ അവർ രണ്ടാളും മരിച്ചുപോയി. പിന്നെ അല്ലെങ്കിൽ വല്യപ്പ വല്യമ്മ, അവരും മരിച്ചുപോയി. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ രേഖയ്ക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ മനസ്സിലായോ? അപ്പോൾ ആ ആളുകളും ആ കാര്യം മനസ്സിലാക്കണം. പിന്നെ ഒന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് ഈ BLO ഒരു രസീത് തരും. ആ രസീത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അത് നിങ്ങൾ വാങ്ങിയിട്ട് അവിടെ കളയാൻ പാടില്ല. അത് ശരിക്കും സൂക്ഷിച്ചു വെക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞ് December 9 എന്ത് ചെയ്യും, കരട് പട്ടിക പ്രസിദ്ധീകരിക്കും. ആ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ എൻ്റെ പേര് അതിലുണ്ടോ എന്ന് ഓരോരുത്തരും നോക്കണം. ഇപ്പോൾ നമ്മൾ 2002 ലിസ്റ്റിൽ നമ്മളുണ്ടോയെന്ന് ഇപ്പോൾ നോക്കണില്ലേ. ഇനി December 9 ഓർത്ത് വെക്കുക. December 9 എന്ത് ചെയ്യണം, ഈ പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ ഞാനുണ്ടോ, ഞാൻ കൊടുത്ത അപേക്ഷ അതിൽ വന്നിട്ടുണ്ടോ എന്ന നോട്ടം എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. പിന്നെ നമ്മുടെ നാട്ടിലെ BLOനെ പോയിട്ട് എന്ത് ചെയ്യുക, ശരിക്കും ഒന്ന് പരിചയപ്പെടുക. അയാളായിട്ട് നല്ലൊരു ഹോട്ട് ബന്ധം ഉണ്ടാവുക. അയാളൊരു ശത്രുവായി കാണാതിരിക്കുക. അയാൾക്കും ഈ കാര്യം നിർവഹിക്കുക എന്നുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ. അയാൾ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞാൽ അയാളോട് ശത്രു ഉണ്ടാകേണ്ട കാര്യമില്ല. ഇത് നമ്മളെല്ലാവരും സഹകരിച്ച് ചെയ്യുക, എല്ലാവരും അതിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ജാഗ്രത നിർബന്ധമായിട്ടും വേണം. ഒരിക്കലും ഇതിനെ പറഞ്ഞ് നിസ്സാരമാക്കാൻ പാടില്ല.